Good afternoon. Good afternoon, ma'am. 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 Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ. പ്രയർ ആരാണ് പ്രയർ ചെയ്യുന്നേ? പ്രയർ ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ സൗമ്യ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിലാതി പരമാണു പൊരുളിലും സ്ഫുരണമായി നീ പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയത്തു നിർത്തി വികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പൂർണ്ണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സകലമായി തീരാൻ അഖിലാണ്ട നായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകം എപ്പോഴും ആനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. Then signing. സൈനിങ് ആരാണ്? മാം സൈനിങ് ആരാന്നറിയില്ല. ഞാന് ഒരു ബുക്കിന്റെ റിവ്യൂ പോലെ വായിക്കാം. ഞാൻ വായിച്ചൊരു ബുക്കാണ്. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ഒരാള് വായിച്ച ബുക്ക്. ഞാൻ മുന്നേ വായിച്ചു. മുന്നേ പറയാൻ വളരെ ചെറിയ സമയത്ത് വായിച്ചതാണ്. വായിക്കുന്നതിന് മുന്നേ ഞാൻ ഇത് കഥയായി കേട്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തില് എന്റെ ബ്രദർ ഉറങ്ങുന്ന സമയത്ത് കഥ പറഞ്ഞു തരുമായിരുന്നു. ബ്രദറും പറഞ്ഞുതരും, ഉപ്പയും പറഞ്ഞുതരും. ബ്രദർ പറഞ്ഞു തന്നത് ഈ കഥയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ബുക്ക് വായിക്കുമ്പോഴാണ് മനസ്സിലായത്. അത് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള കഥ ഒരു കഥയല്ല, നോവലാണ്. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അതിന്റെ ഒരു ചെറിയ ഭാഗം. ഇത് പ്രശസ്തമായ എഴുത്തുകാരൻ മുട്ടത്ത് വർക്കിയുടെ ഒരു പ്രശസ്തമായ മലയാള നോവലാണ്. 2 അനാഥ സഹോദരങ്ങളായ ബേബിയുടെയും ലില്ലിയുടെയും സ്നേഹവും അതിജീവനവും വരച്ചു കാട്ടുന്നു. ലളിതമായ ഭാഷയും ഹൃദയസ്പർശിയായ കഥയും ഇതിലെ പ്രധാന ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഈ നോവൽ സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും പ്രാധാന്യം പഠിപ്പിക്കുന്നു. ഈ നോവലിന്റെ പ്രമേയം സഹോദര സ്നേഹം, ദാരിദ്ര്യം, സ്നേഹം, പ്രതീക്ഷ, സത്യസന്ധത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അനാഥരായ ബേബി, ലില്ലി എന്നീ സഹോദരങ്ങളാണ് പ്രധാന കഥാപാത്രം. ബേബിക്ക് സഹോദരി ലില്ലിക്ക് ഒരു കുട വാങ്ങിക്കൊടുക്കണമെന്ന ആഗ്രഹമാണ് നോവലിന്റെ തുടക്കം. അതിനു വേണ്ടിയുള്ള കുഞ്ഞു സഹോദരന്റെ അലച്ചിലും അതിലൂടെ അവൻ പഠിക്കുന്ന പാഠങ്ങളും. ഭൂമി ഉരുണ്ടതാണ്, എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് നമ്മൾ പുതുതായി പരിചയപ്പെടുന്നവരോട് പറയാറില്ലേ? അതുപോലെ ഈ നോവലിന്റെ അവസാനം അവർ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതും അവർ അതുവരെ അനുഭവിച്ച യാതനകളും വേദനകളും ഒരു സന്തോഷാശ്രുവിലൂടെ പര്യവസാനിക്കുന്നതും ഒരു അതിഗംഭീരമായ നോവലാണിത്. ഈ നോവൽ വായനക്കാർക്ക് അവരുടെ ഉള്ളിലെ നന്മ ഉണർത്തുകയും
സ്നേഹബന്ധങ്ങളുടെ മഹത്വം കാണിച്ചു തരികയും ചെയ്യുന്നു. ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു രചനയാണ്. തലമുറകളായി വായനക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ക്ലാസിക് നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മുട്ടത്ത് വർക്കിയുടെ ലളിതവും സുന്ദരവുമായ ആഖ്യാന രീതി നോവലിന് ഒരു പ്രത്യേക ആകർഷണം നൽകുന്നു. താങ്ക് യു മാം. ഇതാണ് ഞാൻ ആ ഒരു നോവലിനെ കുറിച്ച് എഴുതിയത്. ഇതില് ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 13 വയസ്സുള്ള കുട്ടികൾക്കെല്ലാം ഒരു 2 ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ബുക്കാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിത് ചെറുതിൽ കേട്ടത് ഏകദേശം ഒരു 10-15 ദിവസം ഒരു തുടരും നമ്മള് TV ഷോ എല്ലാം കാണില്ലേ, ഈ സീരിയല് പോലെ അത്രയും മനോഹരമായിട്ട് പറഞ്ഞു തന്നൊരു കഥയാണ്. ഭയങ്കരമായി എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു നോവലാണ് ഇത്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇത് തന്നെ സെലക്ട് ചെയ്തത്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, തോട്ട് ആരെങ്കിലും പറയാനുണ്ടോ? തോട്ട് ഓഫ് ദ ഡേ. നിങ്ങള് തലേ ദിവസം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറില്ലേ? ആരൊക്കെയാണ് പ്രെയർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് സൈനിങ്, അങ്ങനെ ചെയ്യാറില്ലേ? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട്. ചിലപ്പം ഇതിൽ കേറാന് വൈകിയതാവാം. ആ, ഓക്കെ ഓക്കെ, അതുകൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? മതി മതി. All of us do not have equal talent, but all of us have an equal opportunity to develop our talents. ഇനി വേറെ ആരെങ്കിലും ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആക്ഷൻ സോങ് ഉണ്ടോ? സ്റ്റോറി ഉണ്ടോ? എന്തെങ്കിലും? ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വരെ പറഞ്ഞായിരുന്നു അല്ലേ? അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? നെക്സ്റ്റ് വൺ, കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ. കുട്ടികൾക്ക് സാധാരണയായിട്ട് വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്തുകൊണ്ടാ? എല്ലാവരും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണോ? ഞാൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടില്ലേ? എന്താണ്? ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഗില്ലൻ ചുമയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? കഫ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഓരോരുത്തരോടായിട്ട് അവർ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ചില പറയാത്ത കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഹൂഫിംഗ് കഫാണ്, വില്ലൻ ചുമ. ഇതിനെ കുറിച്ച് അപ്പർട്ടോസിസ് കേട്ടോ. ഇതിനെ കുറിച്ച് ആരാണ് പറയുന്നത്? ആദ്യം ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓരോരുത്തരായിട്ട് ഏറ്റെടുക്കുക കേട്ടോ, ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. പറയട്ടെ മാം. Whooping cough. Whooping cough. It affects children below 5 years of age. Non-stop cough causes difficulty in breathing, weak, and vomiting may occur. It is very infectious, hence the child is secluded. Secluded എന്ന് പറഞ്ഞാൽ മീനിങ് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതായത് ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്താ പറയാ, വേറെ കുഞ്ഞുങ്ങളെ വേറെ മുറിയിലൊക്കെ താമസിക്കാറില്ല, ഐസൊലേറ്റഡ്. അതാണ് കേട്ടോ എന്റെ മീനിങ് വരുന്നത്. 5 വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾക്കാണ്
5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ കഫ് കണ്ടുവരുന്നത്. അതൊരു നോൺ സ്റ്റോപ്പ് കഫ് ആയിരിക്കും. അത് ബ്രീത്തിങ് വളരെ വീക്കാക്കും. ആ കഫ് കൊണ്ട് വോമിറ്റിംഗ് വരെ ഉണ്ടാവാനുള്ള സാഹചര്യമാണ് ഉണ്ട്. ഇത് ഇൻഫെക്ഷ്യസ് ആണ്. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടേജിയസും ഇൻഫെക്ഷ്യസും പഠിച്ചിട്ടുണ്ട്. പകരാൻ ചാൻസ് ഉള്ള പകരുന്ന ഒരു രോഗമാണ്, ഇൻഫെക്ഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഐസൊലേറ്റഡ് ആയിട്ട് പ്രധാനമായിട്ടും നമുക്കറിയാം ഈ സ്നീസിങ്ങിലൂടെയും കഫിങ്ങിലൂടെയും തന്നെയാണ് പുറത്തേക്ക് നമുക്ക് അണുക്കള് പുറത്തേക്ക് വരുന്നത്, സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ കുട്ടികളെ മാറ്റി നിർത്തുക. ഒരുമിച്ച് മറ്റുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വരാതെ നോക്കുക. ഇപ്പൊ വൂപ്പിംഗ് കഫ് വിചാരിക്കുന്നു കുറവാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ കണ്ടുവരുന്നില്ല. കാരണം അതിനുള്ള വാക്സിനേഷൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. വളരെ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്തൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ഹെൽത്ത് കെയറില് 100 ദിവസത്തെ ചുമ എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ചെറിയ ചുമയിൽ തുടങ്ങി ഒടുവില് വലുതാകുകയും പിന്നെ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവില് ബ്ലീഡിങ് വരെ ഉണ്ടാവാനുള്ള, തലച്ചോറിൽ ബ്ലീഡിങ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു ഡിസീസ് ആണിത് ഈ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് കുറച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വയസ്സിൽ ഉള്ള, അതായത് 2 വയസ്സിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ, കാരണം ഭയങ്കരമായിട്ട് ചുമക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. നിങ്ങൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ഒരു പെർട്ടൂസിസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എടുത്തു നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ. നോട്ടിൽ എഴുതിയെടുത്തിട്ടില്ലേ? ഇപ്പൊ ചുമയുടെ മരുന്നും കൊടുക്കാനും പറ്റത്തില്ലല്ലോ. എന്താണ്? ചുമ വന്നാലും ഇപ്പൊ കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് കൊടുക്കാനും നമുക്ക് പേടിയാണ്. ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പൊ ചുമയുടെ മരുന്ന് കൊടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും അവൈലബിൾ അല്ല, ചുമയുടെ മരുന്ന് കിട്ടില്ല അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്. ഇപ്പൊ നമുക്ക് പോയി വാങ്ങിക്കായിരുന്നു. ഇപ്പോ അതൊന്നും പറ്റില്ല. അത് കുറച്ച് കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് അങ്ങനെ വന്നത്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. പിന്നെ ആ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്ത അതാണ് മറന്നുപോയി ഞാൻ, എന്തൊരു ഫാർമയാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അവരുടെ ഇത് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ആ മരുന്ന് ബാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ഇത് ഒക്കെയാണ് എല്ലാവർക്കും. എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. രണ്ടാമതാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ ആരാണോ റീഡ് ചെയ്യാ? ഞാൻ വായിക്കട്ടെ മാം. Diphtheria. This is a disease of the throat, windpipe and trachea. The symptoms are high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given within a short period, the child may die of choking. It affects other children easily. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തൊണ്ടയെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന ഒരു രോഗമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിഫ്തീരിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന പനി ഉണ്ടാകും, ശ്വാസതടസ്സം ഉണ്ടാകും, തൊണ്ടയിൽ ഒരു മെംബ്രെയിൻ പോലുള്ളൊരു സാധനം, ഒരു പാട പോലുള്ളൊരു സാധനം രൂപപ്പെടും. ഈ രോഗം പിടിപെട്ടാൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസതടസ്സം മൂലമുള്ള മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു രോഗം കൂടിയാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓർമ്മയില്ലേ ഡിഫ്തീരിയയെ കുറിച്ച് പറഞ്ഞത്? എന്തൊക്കെ ഒന്ന് നോട്ട് എടുത്ത് നോക്കിയാ നിങ്ങള്? ഞാൻ പറയാം. ഡിഫ്തീരിയ വടക്ക് കിഴക്ക് രാജ്യങ്ങളിലാണ് ആദ്യമായി ഈ രോഗം ഉണ്ടായത്. വാക്സിൻ ഒന്നും അന്ന് കണ്ടുപിടിച്ചിരുന്നില്ല. ഒരുപാട് പേർ മരിച്ചു. പിന്നീട് അമേരിക്കയിലേക്കും ഈ രോഗം പടർന്നു, കുട്ടികളിൽ സ്പ്രെഡ് ചെയ്തു. അവർ പിന്നെ വാക്സിൻ കണ്ടെത്തി. ആദ്യം ഗിന്നി പന്നികളിലാണ് പരീക്ഷിച്ചത്. അത് സക്സസ് ആയി. അത് പിന്നീട് അറിയപ്പെട്ടത് കില്ലർ ഡിസീസ്, തൊണ്ടമുള്ള എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നു. ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ ജലദോഷം, ചുമ, തൊണ്ടവേദന,
വായിൽ വെള്ളപ്പാട കാണുന്നു, തലവേദന, ഛർദിൽ, കൈകാൽ വേദന, തളർച്ച, ഹാർട്ട് ബീറ്റ് കുറയും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. അതിന് വാക്സിൻ ഉണ്ട്, DTP ഷോട്ട്. വാക്സിനേഷൻ പീരീഡ് ഉണ്ട്. കുട്ടികൾ ജനിച്ച 6 ആഴ്ചയിൽ, പിന്നെ 10 ആഴ്ച പ്രായത്തിൽ, 14 ആഴ്ച പ്രായത്തിൽ, 4.5 വയസ്സിൽ വീണ്ടും കൊടുക്കുന്നു ബൂസ്റ്റർ. പിന്നെ ഡിഫ്തീരിയ കൂടുതലും വരുന്ന സ്ഥലങ്ങൾ മലപ്പുറത്താണെന്ന് പറയപ്പെടുന്നു. പിന്നെ അത്രയാണ് മിസ് അന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ നന്നായിട്ട് പറഞ്ഞു. അപ്പോ ഇവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട് ത്രോട്ട്, അതായത് വിൻഡ് പൈപ്പും ട്രക്കിയ, നമ്മുടെ ശ്വാസനാളി അതുപോലെ തന്നെ തൊണ്ടയുടെ അവിടെയുള്ള ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ട്, ഇതിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് ഈ രോഗം ബാധിക്കുന്നത്. പിന്നെ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, മറ്റു പല ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പൊ ബിനുകുമാർ, എന്തായിരുന്നു പേര്? ബിനുകുമാർ? അതെ, സുജിഷ. ഓക്കെ, സുജിഷ പറഞ്ഞതുപോലെ തന്നെ ധാരാളം, അതായത് ടെമ്പറേച്ചറിനെ കൂടാതെ ബ്രീതിങ് ഡിഫിക്കൽറ്റി, അതുപോലെ ഛർദി, കൈകാൽ വേദന, അങ്ങനെയുള്ള ധാരാളം സിംറ്റംസ് ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഡിഫ്തീരിയയെ തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ആണ്. അതായത് നമ്മുടെ വാ തുറന്ന് നോക്കുന്ന സമയത്ത് തൊണ്ടയുടെ ഉള്ളിലായിട്ട് ഒരു വെള്ളപ്പാട് പോലെ, അതായത് ട്രക്കിയയുടെ അവിടെ ആ പാർട്ടിലായിട്ട് വെള്ളപ്പാട് പോലെ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഡിഫ്തീരിയ രോഗിയെ ഡോക്ടർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? മെംബ്രെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ടാണ്. ഓക്കെ, സാധാരണ തൊണ്ടയിലെ സ്രവം എടുത്തിട്ടാണ് ഡിഫ്തീരിയ രോഗികൾക്ക് ടെസ്റ്റ് എടുക്കുന്നത്. പക്ഷെ ടെസ്റ്റിന് മുമ്പ് ഡോക്ടർ ഒന്ന് വാ തുറക്കാനായിട്ട് പറയും. ഇപ്പൊ ചുമയൊക്കെ ഉള്ള സമയത്താണെങ്കിലും പനിയൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഡോക്ടേഴ്സ് വാ തുറക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ വാ തുറന്ന് നോക്കുമ്പോൾ ഈ മെംബ്രെയിൻ പോലുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കുട്ടിക്ക് ഡിഫ്തീരിയ പിടിപെട്ടിട്ടുണ്ടെന്ന്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ അതാണ് മെംബ്രെയിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. പിന്നെ എത്രയും പെട്ടെന്ന്, അതായത് ഡിഫ്തീരിയ കുട്ടിക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? കുട്ടിക്ക് ശരിയായ ചികിത്സ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കുട്ടി മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇത് മറ്റു കുട്ടികളിലേക്ക് പകരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്തത് ടെറ്റനസ് നോക്കാം. ടെറ്റനസ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ടെറ്റനസിനെ കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളും ഒന്ന് ഇവിടെ പറയണം. ഓക്കെ, tetanus. The germs enter the body through injuries and it acts on the nervous system. Indifferences in muscles is a primary symptom of this disease. The muscle spasms make sleeping difficult and even the patient will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow dung, horse dung, etc. Even small wounds should be cared for properly. The germs enter the body through injuries and it acts on the nervous system. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളിലൂടെയാണ് ഈ ജേംസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഈസ് എ പ്രൈമറി സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. അതായത് നമ്മുടെ മസിൽസിനെ ഇത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടും ഇത് നമ്മുടെ ഫേസിനെയാണ് ബാധിക്കുന്നത്. എസ്പെഷ്യലി ഫേസിനായതുകൊണ്ട് ഇതിനെ നമുക്ക് ലോക്ക് ജോ എന്നും ഇത് പറയപ്പെടുന്നു. ഇത് നമ്മുടെ മസിൽസ് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അനങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. പിന്നീട് the muscle spasms make sleeping difficult and even the patient will not be able to breathe in advanced condition. അത് തന്നെ നമുക്ക് വെള്ളം ഇറക്കാനും നമുക്ക് അനങ്ങാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ആവും നമ്മുടെ ശരീരത്തിൽ. The bacteria that cause this disease grow in cow dung, horse dung. ഇത് പശുവിന്റെ ചാണകവും നമ്മുടെ ഹോഴ്സിനെയൊക്കെ വളർത്തുമ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന ഈ വേസ്റ്റിൽ നിന്നൊക്കെയാണ് ഇത് പെട്ടെന്ന് വളർന്നു വരുന്നത്, ഈ ജേംസ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മുറിവുകളിലൂടെ നമ്മൾ ചപ്പലൊക്കെ ഇടാതെ പുറത്തൊക്കെ നടക്കുമ്പോൾ ഇത് നമ്മുടെ ആ മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത് ഈ ടെറ്റനസ് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ മണ്ണിലൂടെ നമ്മുടെ മുറിവുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. നമ്മുടെ മസിൽസിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ മസിൽസ് ടൈറ്റ് ആക്കും. ഇത് ലോക്ക് ജോ എന്ന് ഇത് അറിയപ്പെടുന്നു. നമുക്ക് ശ്വാസം വിടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് തരും. TT വാക്സിൻ ആണ് നമുക്ക് ഇത് എടുക്കുന്നത്. ഇത് നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് നമുക്ക് ഇത് ഈ ഒരു ഇതെടുക്കുന്നുണ്ട്.
അപ്പൊ ഇതാണ് ടെറ്റനസ് കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ടെറ്റനസ്. ഓക്കെ. നെക്സ്റ്റ് വൺ പോളിയോ ആണ്. പോളിയോ. വായിച്ചോളൂ. It is a polio. It is a caused by virus. Fever. It is the first sign, followed by weakness of limbs, sometimes paralysis of whole body may result. Treatment is physiotherapy. The defect may be permanent. അതായത് പോളിയോ എന്ന് പറയുന്ന ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പനിയാണ് ആദ്യം ലക്ഷണമായിട്ട് കാണിക്കുന്നത്. തുടർന്ന് കൈകാലുകൾക്ക് ബലഹീനതയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ശരീരം മുഴുവനും തളർന്നു പോകും. പിന്നെ ഫിസിയോതെറാപ്പിയാണ് ഇതിന് ചികിത്സ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ സമയത്ത് ഈ വൈകല്യം സ്ഥിരമായിട്ടുണ്ടായിരിക്കും. ഡിഫക്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആകാം. ഞാൻ അന്ന് പോളിയോ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിയോതെറാപ്പി നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഒരു നമുക്ക് എത്ര പെർസെന്റേജ് ആണ് രോഗി രക്ഷപ്പെടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് കൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പോളിയോ വന്ന ആളുകളുടെ ഒന്നില്ലെങ്കിൽ പാരലൈസ്ഡ് ആകാം, അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ തളർന്നു പോകാം. ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? നിങ്ങൾ ഒക്കെ പോളിയോ ബാധിച്ചവരെ ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലേ? അപ്പൊ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ചെയ്യാം, ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് അതിന് ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയാ, നമ്മളെ പാരലൈസ് ആക്കാനും അതുപോലെ നമ്മുടെ കൈയും കാലൊക്കെ തളരാനും ഒക്കെ കാരണമാകുന്ന ഒരു ഇതാണ്, വൈറസ് ആണെന്ന് ഈ പോളിയോ എന്ന് പറയുന്നത്. ആ ഒരു രോഗം എന്ന് പറയുന്നത് ഇത് വൈറസ് ആണ് വരുത്തുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അയാളുടെ തളർച്ച എന്ന് പറയുന്നത് പെർമനന്റ് ആവാം, സ്ഥിരമാകാം. ഓക്കെ. 12-ാം തീയതിയാണ് പോളിയോ വാക്സിന്. പോളിയോ ഞാൻ കണ്ടായിരുന്നു, സ്റ്റാറ്റസിൽ കണ്ടായിരുന്നു. ഓക്കെ. അടുത്തത് ഡിസെൻട്രി വായിച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് ആദ്യം ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് മനസ്സിലായ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ആരാണ് റീഡ് ചെയ്യുന്നത്? Dysentery. This is the disease in which loose and abnormal motions are fast. Pain in the stomach is usually attended by loose motion. The motion contains pus and blood. The patient becomes very weak due to loss of water from the body. The patient should get a prompt medical aid. Dysentery എന്ന് പറയുമ്പോൾ ഇതൊരു ഡിസീസ്, ലൂസ് മോഷനും പിന്നെ അബ്നോർമൽ മോഷൻസ് ആർ പാസ്റ്റ്. നമ്മുടെ സ്റ്റൂൾ പോകുന്നതിൽ നമുക്ക് അബ്നോർമാലിറ്റി കാണാൻ പറ്റും മോഷൻസിൽ. അതുപോലെ നമുക്ക് പെയിൻ ഉണ്ടാവും നമ്മുടെ സ്റ്റൊമക്കിൽ. യൂഷ്വലി നമ്മളിത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അഥവാ ദ മോഷൻ കണ്ടെയ്ൻസ് പസ് ആൻഡ് ബ്ലഡ്. ഇതിലൊരു യെല്ലോ കളർ പോലെ ഇങ്ങനെ പസോ അല്ലെങ്കിൽ ബ്ലഡോ സ്റ്റെയിനോ കാണുകയാണെങ്കിൽ മോഷനിൽ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ദ പേഷ്യന്റ് ബിക്കംസ് വെരി വീക്ക് ഡ്യൂ ടു ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. നമുക്ക് ഈ കൂടുതലായിട്ട് ലൂസ് മോഷൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഷോർട്ടേജും വരും. അതുകൊണ്ട് പേഷ്യന്റിന് ഭയങ്കര വീക്ക്നെസ് ബോഡിയിൽ ഫീൽ ആവാറുണ്ട്. പേഷ്യന്റ് ഷുഡ് ഗെറ്റ് പ്രോംപ്റ്റ് മെഡിക്കൽ എയ്ഡ്. സ്പീഡായിട്ട് തന്നെ മെഡിക്കൽ എയ്ഡ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. താങ്ക് യു മാം. ഡിസെൻട്രി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിൽ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസാണ് അല്ലെ? ഒരു വട്ടം പോലും അത് വരാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണല്ലേ? അതായത് നോർമൽ മോഷൻ ആണ് അല്ലെ? അതായത് നമ്മുടെ സ്റ്റൂള് ലൂസ് ആയിട്ട് പോവുക. ഓക്കെ. അതായത് അത് ഒരു തവണയോ 2 തവണയോ അല്ല, തുടർച്ചയായിട്ട് ലൂസായി പോവുകയും കുട്ടിക്ക് അത് മൂലം എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാല് ഈ ഒരു സ്റ്റൂളിലൂടെ ചിലപ്പോ ചില പഴുപ്പ്, അതായത് ചില അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെന്ന് വരാം. അതുപോലെ തന്നെ ബ്ലഡിന്റെ അംശം കണ്ടെന്ന് വരാം.
ഇത് ചില അസാധാരണമായിട്ട്, അതായത് എല്ലാവരിലും പെട്ടെന്ന് വരില്ല കേട്ടോ, ചില കുട്ടികളിൽ മാത്രം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലേണ്ടത്. ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ, അതായത് തുടർച്ചയായിട്ട് ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുക. അപ്പൊ തന്നെ ഒരു സാധനം അവിടെ നിന്ന് കൊടുക്കും. എന്താ സാധനത്തിന്റെ പേര്? പിന്നെ ഡ്രിപ്പ് ഇടാറുണ്ട്. ഡ്രിപ്പ് എന്തിനാ? ഗ്ലൂക്കോസ് നമ്മളെ എനർജി ഡീഹൈഡ്രേഷൻ പ്രധാനമായിട്ടും തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ലൂസ് മോഷൻ വരുമ്പോൾ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് നമ്മള് അസാധാരണമായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പകുതിയും കൂടുതലായിട്ട് വെള്ളം നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ശരീരത്തിനെ താങ്ങി നിർത്താനുള്ള ശേഷി ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് തളർച്ച ഉണ്ടാകാം, ബലക്കുറവുണ്ടാകാം, ചിലപ്പോൾ തലകറക്കം ഉണ്ടാവാം, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ കുട്ടിക്ക് ഡ്രിപ്പ് ഇടുന്നത്. അതുപോലെ തന്നെ ORS ലായനി കലക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതൊരു എന്താ പറയാ, ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇങ്ങനെ, അതായത് കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണത് ഡിസെൻട്രി എന്ന് പറയുന്നത്. അസാധാരണമായ വിധത്തില് ലൂസ് മോഷൻ സംഭവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? എളുപ്പമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ജോണ്ടിസ് ആണ്. ജോണ്ടിസ് എന്താ? മഞ്ഞപ്പിത്തമാണ് അല്ലേ? മഞ്ഞപ്പിത്തമാണ്. ഒരാൾ വായിക്കൂ കേട്ടോ, റീഡ് ചെയ്തോളൂ. ഞാൻ വായിക്കാം. It is caused by the virus germs in blood and excreta of patients. The germs affected the liver. If medical aid is not properly given, the eyes become yellow in color. At this stage, the activities of the internal organs, especially the liver, become malfunctioning, and finally the patient may even die. So treatment should be given in the starting itself. മഞ്ഞപ്പിത്തം നമുക്ക് വരുന്നത് വൈറസിലൂടെയാണ്. അത് രക്തത്തിലാണ് ഈ വൈറസ് കാണപ്പെടുന്നത്. ഈ വൈറസ് നമ്മുടെ കരളിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഈ രോഗത്തിന് നല്ല പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തമുള്ള രോഗികളുടെ കണ്ണ് മഞ്ഞയായിട്ട് ഇരിക്കും. പിന്നെ അവരുടെ ലിവർ ഫങ്ഷൻ കുറയും. അപ്പൊ അതായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ക്ഷീണമൊക്കെ തോന്നും. പിന്നെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജോണ്ടിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ് കേട്ടോ. മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും ഈ കൂട്ടത്തില്? വന്നിട്ടില്ല. ഇപ്പൊ വീടിന്റെ തൊട്ടടുത്ത് മഞ്ഞപ്പിത്തമുണ്ട്. മഞ്ഞപ്പിത്തമുണ്ട് അല്ലേ? അവര് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു പനി വന്നു, മുഴുവനായിട്ട് ക്ഷീണം വന്നു, കാല് മുതൽ തരിപ്പാണെന്നാണ് പറഞ്ഞത്. കാലിന്റെ അടിയും ഉള്ളംകൈന്റെ ഒക്കെ തരിപ്പ്, കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള തരിപ്പ പോലും ഫസ്റ്റ് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവര് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, മഞ്ഞപ്പിത്തം കണ്ടില്ല, മൂത്രത്തിൽ പഴുപ്പാണ് അപ്പൊ അവര് സ്ഥിരീകരിച്ചത്. മൂത്രത്തിൽ പഴുപ്പിന്റെ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങി. 3 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു, കുറവില്ല, നല്ല പനിയാണ്, കാലുവേദനയും ശരീരവേദനയൊക്കെ ഒരു മാറ്റവും ഇല്ല, ക്ഷീണം, ഭയങ്കര ക്ഷീണം, എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ക്ഷീണം. അപ്പോഴാണ് ഇതേ പനിയുമായിട്ട് അവരെ സിബ്ലിങ് അങ്ങ് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അവര് വിളിച്ചു പറഞ്ഞു അവർക്കും ഇതേ പനി അവിടുന്നുണ്ട്, അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ജോണ്ടിസ് സ്ഥിരീകരിച്ചതായിട്ട് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവിടുന്ന് ജോണ്ടിസ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്കും വന്നിട്ടുള്ളത് ജോണ്ടിസ് ആണ്. അതിന്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു ഒരു ഫംഗ്ഷൻ കഴിഞ്ഞത്, അതിൽ ഒരുമിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ കഴിഞ്ഞത്. അപ്പൊ അത് അവിടെ നിന്നുള്ള വെള്ളമാണോ എന്തുകൊണ്ടാണോ വന്നതെന്ന് അറിയില്ല. പക്ഷെ അവിടുന്ന് അവര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവര്
ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ജോണ്ടിസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റാർട്ടിംഗ് ആണ്, കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും ക്യൂറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും എണ്ണ ഉള്ള പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വേറെ ആർക്കും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ രോഗികളുടെ ബ്ലഡിലുള്ള, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തില് ബ്ലഡില്, അതുപോലെ തന്നെ എക്സ്ക്രെറ്റ എന്ന് പറയുന്നത് വിസർജ്യമാണ് കേട്ടോ. മറ്റു പല, അതായത് നമ്മുടെ ബോഡിയിലുള്ള മറ്റു പല വിഷപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിസർജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ രോഗാണുക്കൾ ഉണ്ടാകുന്നത്. ഈ രോഗാണു എന്ന് പറയുന്നത്, അതായത് ജോണ്ടിസിന്റെ ജേംസ് എന്ന് പറയുന്നത് അഫക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ലിവറിനെയാണ്. അതായത് ഇപ്പൊ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് പ്രത്യേക കെയർ കൊടുക്കാറുണ്ട്. ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെയർ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കെയർ കൊടുക്കുന്നത്? ഇത് പെട്ടെന്ന് ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ്. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനമായ അവയവമാണല്ലോ. അതുകൊണ്ട് അതിന് പെട്ടെന്ന് ബാധിച്ച് മരണം സംഭവിക്കുന്നത് കാരണമാണ് അതിന് കൂടുതൽ കെയർ കൊടുക്കുന്നത്. അതായത് സാധാരണ രോഗികളിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള ഒരു കെയർ ഇവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോഴും നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ പ്രത്യേക കെയർ കൊടുത്തിട്ടാണ് ആ രോഗിയെ നോക്കുന്നത്. നഴ്സുമാരൊക്കെ എപ്പോഴും വാച്ച് ചെയ്യാനായിട്ട് വരുന്നത് കാണാം. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നഴ്സുമാര് വാച്ച് ചെയ്യാനായിട്ട് വരുന്നത് കാണാം. അവർ ഒബ്സർവ് ചെയ്യും, പല സമയത്ത് വരും. സാധാരണ ഒരു പനിയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ 1 or 2 തവണയൊക്കെയാണ് നഴ്സുമാര് വരിക. പക്ഷെ ഈ ഒരു മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഒരു പേഷ്യന്റിന് എക്സ്ട്രാ കെയർ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ 3, 4, 5 പ്രാവശ്യം വരെ വന്നു പോകാറുണ്ട്. അത് മെയിൻ ആയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ലിവറിനെ ബാധിക്കും. അപ്പോ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഒരു രോഗിക്ക് അത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. നമ്മുടെ ബ്ലഡില് ഓട്ടിയും ബീറ്റിയും കൂടുമ്പോഴല്ലേ ഈ ലിവറിനെ ബാധിക്കണത്? ബിലിറുബിനല്ലേ മഞ്ഞപ്പിത്തത്തിന്റെ മഞ്ഞ നോക്കണത്? ഇവിടെ എന്റെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടായിട്ടുണ്ട്, വയറുവേദനയൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണ് മഞ്ഞ കളറിലായിരിക്കും കാണപ്പെടുക, അല്ലെ? ചിലപ്പോ നമ്മളോട് ആരെങ്കിലും തമാശ രൂപേണ ചോദിക്കാറുണ്ട്, മഞ്ഞ കളറിൽ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മഞ്ഞപ്പിത്തമാണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പോ നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത് യെല്ലോയിഷ് കളർ ആവാനായിട്ട് തുടങ്ങും. അത് ഇതിന്റെ ആ ഒരു ലെവൽ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു കളർ ചേഞ്ച് നമ്മുടെ ഐയിൽ കാണപ്പെടുന്നത്. അതുപോലെ യൂറിനും ചേഞ്ച് ആവും, യൂറിൻ ചേഞ്ച് ആവും കളർ. യൂറിൻ ഹസ്ബൻഡ് ഒക്കെ പറയുന്നത് കട്ടൻ ചായയുടെ ഒക്കെ കളറാണ്, മഞ്ഞയല്ല, അതിലും കൂടുതലുള്ള കളറാണെന്ന് പറഞ്ഞിരുന്നു. അതിന് ടൈം എടുക്കുമെന്നാ തോന്നുന്നത്. കാരണം ഒരാഴ്ചക്കുള്ളിലൊന്നും ഈ മഞ്ഞ പുറത്ത് കാണൂല കേട്ടോ. ഈ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാലേ ഇത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ തന്നെ പറ്റുള്ളൂ. കാരണം ഈ മഞ്ഞയൊന്നും ആ സമയത്ത് പുറത്ത് കാണില്ല. ഈ ഒരാഴ്ച എന്റെ കസിന് ടെസ്റ്റ് ചെയ്തിട്ട് ഈ മഞ്ഞ ഉണ്ടായിരുന്നില്ല. അതാ പറയുന്നത്, മഞ്ഞ പുറത്ത് കാണാൻ തന്നെ ടൈം എടുക്കുന്നുണ്ട്. മേഡം, എന്റെ അച്ഛന് അച്ഛന് നന്നായിട്ട് കൂടിപ്പോയായിരുന്നു, ലിവറിന് വരെ നന്നായിട്ട് ബാധിച്ചായിരുന്നു. അപ്പൊ ബിലിറൂബിൻ നോക്കിയപ്പോൾ 12 വരെ എത്തിയായിരുന്നു. മേല് മൊത്തവും കണ്ണും നഖത്തിന്റെ അവിടെ വരെ നന്നായിട്ട് മഞ്ഞ കളർ വന്ന്. അത് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇത് ആണ്, അത് കുഴപ്പമില്ല, വെള്ളത്തിൽ കൂടെ പകർന്നാന്ന് പറഞ്ഞിട്ട് അവരതിനെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തുള്ളൂ. പക്ഷെ ഗ്യാസ്ട്രോന്റെ അറിയണമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ബി ആയിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് ബാധിച്ചച്ഛൻ അവശതയായിരുന്നു. അവസാനം ഭയങ്കര വയ്യാണ്ട് വന്നിട്ടാണ് ഭയങ്കരമായിട്ട് കൂടിപ്പോയായിരുന്നു. നന്നായിട്ട് മഞ്ഞ കളറായി നന്നായിട്ട് ലിവറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും വളരെ സെയിം തന്നെ. അത് അച്ഛന് ഒരു ആക്സിഡന്റ് ആയപ്പോൾ ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കിട്ടിയതായിരിക്കും ഡോക്ടർ പറഞ്ഞു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഒരു പലഹാരങ്ങള്, എണ്ണ, തേങ്ങ, എരിവ് ഡോക്ടർ പറഞ്ഞു. 6 മാസത്തോളം മരുന്ന് കഴിക്കണമെന്നാണ്. 6 മാസം കഴിഞ്ഞ് ഇത് ശരിക്കും മാറിയോന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ മരുന്ന് നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്.
ഓക്കെ. അപ്പോ പ്രധാനമായിട്ടും ഇന്റേണൽ ഓർഗൻ ആയിട്ടുള്ള ലിവറിനെയാണ് ബാധിക്കുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാല് ലിവറിന്റെ നോർമൽ ഫങ്ഷൻസ്, ചില ഫങ്ഷൻസ് ഉണ്ടല്ലോ ലിവറിന്, നമ്മുടെ ശരീരത്തിൽ ചില ഫങ്ഷൻസ് നിറവേറ്റുന്നത് നമ്മുടെ കരളാണ്. അപ്പോൾ ആ കരളുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുകയും പേഷ്യന്റ് മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോണ്ടിസ് സ്ഥിരീകരിച്ച അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഉടനെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കേണ്ടതാണ്. കേട്ടോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ മലേറിയ ആണ്. മലേറിയ വായിച്ചോളൂ കേട്ടോ ഒരാള്. ഞാൻ വായിക്കട്ടെ. Malaria. Mosquitoes are mainly liable for the spread of this disease. When the mosquitoes bite, the germs get in the bloodstream and then the red blood corpuscles. Severe headache, recurrent fever, weakness of the body, etc. are common symptoms. കൊതുകുകളിലൂടെയാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. സിവിയർ തലവേദന, ഇടവിട്ടുള്ള പനി, അതുപോലെ ബോഡിയുടെ ക്ഷീണം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ്. അതായത് മെയിൻ ആയിട്ടും കൊതുകുകൾ, മോസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന അസുഖം മെയിൻ ആയിട്ട് പരത്തുന്നത്. അപ്പൊ മോസ്കിറ്റോസ് നമ്മളെ വന്ന് കടിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊതുകുകൾ നമ്മുടെ ദേഹത്ത് വന്ന് കടിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, രോഗാണുക്കള് നമ്മുടെ ബ്ലഡ് സ്ട്രീമില്, അതായത് നമ്മുടെ ബ്ലഡിൽ കലരുകയും നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ കൂടുകയും ചെയ്യുന്നു. RBCയുടെ അളവ് കൂടുന്നു. ഓക്കെ, കേട്ടിട്ടുണ്ടല്ലോ? അതായത് നമുക്ക് ശ്വേതരക്താണുക്കൾ, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിനകത്ത് റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്താണുക്കളുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. അതുമൂലം നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫീവർ ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ ശരീരം മൊത്തം ഭയങ്കരമായിട്ട് പെയിൻ ആകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ മെയിൻ ആയിട്ട് ആരാണത് പടർത്തുന്നത്? മോസ്കിറ്റോസ് ആണ് കേട്ടോ, കൊതുകുകളാണ്. ഓക്കെ, മലേറിയ പരത്തുന്നത് ആരാണ്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മലേറിയ പരത്തുന്നത് കൊതുകുകളാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, അതുപോലെ വീക്ക്നെസ് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് വൺ ടൈഫോയിഡ് ആണ് കേട്ടോ. ടൈഫോയിഡ് ഒരാളൊന്ന് വായിക്കും. മലേറിയ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, അധികം അങ്ങനെ കേട്ടിട്ടില്ല. ടൈഫോയിഡ് വായിച്ചോളൂ കേട്ടോ. This disease propagates through water, dust, etc. Flies also help in the spread of this disease. Headache, body pain, bleeding, etc. are the symptoms. Sometimes the motion will be loose and there may be vomiting also. Gradually the lips and tongue will become dry. It remains for a few days. This disease lasts for 3 or 4 weeks. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസീസ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ വാട്ടർ. ഇത് വാട്ടറിൽ കൂടെയാണ് ഈ ഡിസീസ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഡസ്റ്റിൽ കൂടെയും വരാറുണ്ട്. ഫ്ലൈസും ഇതിനൊരു ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റ് ആണ്. കാരണം ഇത് ഫ്ലൈസ് ത്രൂ നന്നായിട്ട് ഇത് സ്പ്രെഡ് ആക്കാൻ വേണ്ടി ടൈഫോയിഡ് സ്പ്രെഡ് ആവും, വാട്ടറും ഡസ്റ്റും പോലെ തന്നെ. ഇതിൽ മെയിൻ സിംറ്റം വരുന്നത് ഹെഡേക്ക് വരും, തലവേദന, പിന്നെ ബോഡി പെയിൻ, ശരീരം മൊത്തം പെയിൻ ഉണ്ടാവും, പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവും. അതർ സിംറ്റംസ് ഓഫ് ദിസ് ടൈഫോയിഡ് ഇപ്പോൾ തന്നെ മോഷൻ ഈ ചില ടൈമില് ലൂസ് ആയിട്ട് പോവാറുണ്ട്. ദർ മേ ബി വോമിറ്റിംഗ് ഓൾസോ, അതായത് വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഗ്രാജുവലി ദ ലിപ്സ് ആൻഡ് ടങ് വിൽ ബിക്കം ഡ്രൈ. നമ്മുടെ ലിപ്സും ടങ്ങും ഒരുപോലെ നല്ല ഡ്രൈ ആയി ആവാറുണ്ട്. ഇറ്റ് റിമീൻസ് ഫോർ എ ഫ്യൂ വീക്സ്. ഇത് ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി നടന്നുകൊണ്ടിരിക്കും. ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 to 4 weeks. ഈ ഡിസീസ് ടൈഫോയിഡ് വൺസ് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു 3 to 4 weeks വരെ നമുക്ക് ഈ ഡിസീസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് എന്ന് പറയുന്ന, ടൈഫോയിഡ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ടൈഫോയിഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. +2 പഠിക്കുന്ന സമയത്ത്, +1 +2 പഠിക്കുന്ന സമയത്താണ് വന്നത്.
ഭയങ്കര സംഭവം. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കുന്ന തലവേദനയൊന്നുമല്ല. തല കിടന്നെടുത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒരു മൂവ് ചെയ്യാൻ പോലും പറ്റൂല. അതികഠിനമായ തലവേദനയായിരിക്കും. വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്ത് നമ്മുടെ തൊണ്ട വരെ മുകളിലോട്ട് കേറി വന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, തളർച്ച, ക്ഷീണം, ആകെ എന്താ പറയാ. ഞാൻ 5 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു. ഫുഡിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. വേറെ ആർക്കെങ്കിലും ടൈഫോയിഡ് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ് അത് വാട്ടറിലൂടെ, അതായത് വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ പൊടിയിലൂടെയും അതുപോലെ തന്നെ ഈച്ചകൾ വഴി, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗം പകരുന്നത്. ഇത് വാട്ടറിലൂടെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു മഴക്കാല സമയത്ത് നമ്മുടെ മരം മുറിച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ ഇങ്ങനെ മരം എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഒരു രസം. അതിങ്ങനെ തള്ളി കൊണ്ടുപോകാനുള്ള ഒരു കൗതുകം കൊണ്ട് കൈവച്ച് ഇങ്ങനെ തള്ളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ വഴിയായിരിക്കാന്ന് വിചാരിക്കുന്നു, അല്ലാതെ വേറൊരു വഴിയും വരാൻ സാധ്യതയില്ല. അപ്പൊ വാട്ടറിലൂടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വന്നത്. ഓക്കെ. അപ്പോ അതാണ്, അതായത് വെള്ളം, ഭക്ഷണം, അതുപോലെ തന്നെ പൊടി, ഈ 3 കാര്യങ്ങളിലൂടെയുമാണ് ഈ ഒരു രോഗം പകരുന്നത്. ഹെഡേക്ക് ഉണ്ടാവും, അതായത് തലവേദന ഉണ്ടാകും, പിന്നെ ബോഡി പെയിൻ, ബ്ലീഡിങ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് മോഷൻ എന്ന് പറയുന്നത് ലൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. വൊമിറ്റിംഗ് ഉണ്ടാകും, അതായത് ഭയങ്കരമായിട്ടുള്ള ഛർദി ഉണ്ടാകും. പിന്നെ അതുപോലെ ചുണ്ടുകളും അതുപോലെ തന്നെ നമ്മുടെ നാക്കൊക്കെ ഭയങ്കരമായിട്ട് വരണ്ടതുപോലെ, അതായത് എപ്പോഴും എന്താ പറയാ, ഒരു വരണ്ട ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. പിന്നെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ മാറുന്ന ഒരു കാര്യമല്ല, ഫ്യൂ ഡേയ്സിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു 3 or 4 വീക്സ് വരെ ഇതിന്റെ സിംറ്റംസും അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ രോഗിക്ക് ഉണ്ടാകും. ഓക്കെ. എനിക്ക് ഈ രോഗം വന്നിട്ടുണ്ട്. അതായത് എന്റെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുന്ന സമയത്ത്, 2 അല്ല ഒരു 3 മാസം കഴിയുന്ന സമയത്താണ് എനിക്ക് അറിയില്ലായിരുന്നു ഈ രോഗത്തെ കുറിച്ച്. അന്ന് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എനിക്ക് പനി എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് ഉള്ളില് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് വിറയല് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത, അതുപോലെ കാല് വേദന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദന, അതൊക്കെയായിരുന്നു എനിക്കുണ്ടായ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യം ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു, തിരിച്ചു വന്നു, കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം കുറച്ച് കുറഞ്ഞു. പക്ഷെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതിന് യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അതായത് ലക്ഷണങ്ങൾ, സിംറ്റംസ് ഇങ്ങനെ കൂടി വരുവാണ്. എനിക്ക് യാതൊരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ആരോട് പറയണം, എന്ത് ചെയ്യണം എന്നില്ലാത്തൊരവസ്ഥ. മരുന്ന് കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞത് ഇതൊരു പനിയുടെ സാധാരണയായിട്ടുള്ള ഒരു വൈറൽ ഫീവറിന്റെ ലക്ഷണമാണ്. അപ്പോ ഇതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ യാതൊരു കാരണവശാലും ഇത് കുറയുന്നില്ല. എപ്പോഴും മൂടി പൊതിച്ച് കിടക്കാനായിട്ട് ആ ഒരു തോന്നലാണ് എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും ഭയങ്കര ക്ഷീണം. പിന്നെ പനി, അതായത് ഞാൻ പറയുവാണ് എനിക്ക് പനി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ വന്ന് തൊട്ട് നോക്കും, ടച്ച് ചെയ്യും. അപ്പോ പനിയുടെ യാതൊരു കാര്യവും കാണുന്നില്ല, പനിക്കുന്നില്ല, പുറമേ പനിക്കുന്നില്ല, പക്ഷെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാല് ഇത് വന്നത്. അങ്ങനെ രണ്ടാമത് വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു. അതിനുശേഷം വീണ്ടും മരുന്ന് കഴിച്ചു, എന്നിട്ട് കുറയുന്നില്ല. അപ്പൊ ആ ഡോക്ടർ ഒരു ടെസ്റ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 2 ആഴ്ചയായി ഇത് തുടങ്ങിയിട്ട്, ഇതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എനിക്ക്. അതായത് തളർന്നു പോവുക, ഭയങ്കരമായിട്ട് തലകറക്കം വരിക, വീഴാൻ പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മോഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ അന്ന് രാത്രി തന്നെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് അഡ്മിറ്റ് ചെയ്തു. അവർ ഡ്രിപ്പൊക്കെ ഇട്ടു, അഡ്മിറ്റ് ചെയ്തു.
അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞു ഡോക്ടറോട്, എന്നെ പരിശോധിക്കാൻ വന്ന ഡോക്ടറായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, എന്റെ പീരീഡ്സ് എനിക്ക് ഇറഗുലർ ആണെന്നാണ് തോന്നുന്നത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ക്യാരിയിങ് ആണോ എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ലാബില് പ്രഗ്നൻസി ടെസ്റ്റ് എഴുതി. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് എഴുതി, അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ ഒന്നും അറിയില്ല. കാരണം ഈ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയി കിടക്കുവാണ്, സിംറ്റംസ് ധാരാളം ഉണ്ട്, എന്ത് രോഗമാണെന്ന് അറിയില്ല എനിക്ക്. അപ്പൊ സന്തോഷിക്കണമെന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടവും ഉണ്ട്. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഞാൻ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പോസിറ്റീവ് ആണ്, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പോകുന്ന സമയത്താണ് എന്റെ റിസൾട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഹസ്ബൻഡ് കൊണ്ടുവരുന്നത്. ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് അത് എന്നെ കാണിച്ച് ഫിസീഷ്യന് കൈമാറി. അപ്പൊ അദ്ദേഹം പറയുവാണ് എനിക്ക് ടൈഫോയിഡ് ആണെന്ന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ എന്ത് ചെയ്യണം ആ സമയത്ത്. കാരണം ആ സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ്ങിന്റെ സമയമായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ് ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ടൈഫോയിഡ് ആണ്, അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം, ഈ കുഞ്ഞ് വേണോ എന്ന് നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷിക്കേണ്ട സമയത്ത് പോലും സങ്കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഒരു ഇതുമില്ല. ഭയങ്കരമായിട്ട് എന്താണ് കുറേയധികം കരഞ്ഞു കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാതെ കുറേയധികം വിഷമിച്ചു. അങ്ങനെ പിന്നെ എന്റെ അമ്മ വന്നു. എന്റെ അമ്മ വന്നിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ എന്ത് ചെയ്യണോ അമ്മ, ഇങ്ങനെയാ പറയുന്നത് ഡോക്ടർ. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് വേറൊരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി കാണിക്കാം, പിന്നെ വേറൊരു ഫിസിഷ്യനെ കൂടി കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാല്, ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ള സമയത്ത് എനിക്ക് ആന്റിബയോട്ടിക്സ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പനിയൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഉള്ളിലെ പനി വേറെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മരുന്ന് ഉള്ളില് ചെന്നിട്ടുണ്ടാവും. അപ്പൊ അത് ബേബിക്ക് ചിലപ്പോൾ അത് പ്രോബ്ലം ഉണ്ടാക്കിയേക്കാം. പിന്നെ അതുപോലെ തന്നെ ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്ത സമയം കൂടിയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റീസ്, വൈകല്യങ്ങളോ കാര്യങ്ങളോ കുഞ്ഞിന് ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് അവര് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ അബോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത് വേറൊരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടി കാണിച്ചു. അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ടൈഫോയിഡിന്റെ അതായത് മരുന്ന് ടൈഫോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത ശേഷം അവരെനിക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. പക്ഷെ പിന്നീടുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഓർത്തായിരുന്നു. അങ്ങനെ രണ്ടാമത് വേറൊരു ഡോക്ടറെ കണ്ടു. അവരും ഇത് തന്നെ പറയുന്നു, അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ടെന്നൊക്കെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞു വേറൊരു ഡോക്ടറെ അടുത്ത് ചെന്നു. ആ ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, എന്തൊക്കെ മരുന്നുകളാണ് ഈ ഒരു പീരീഡില്, അതായത് ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തൊരു 2-3 ആഴ്ച അപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ടാകും, എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചിട്ടുള്ളത് എന്ന് അതിന്റെ ചീട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. അപ്പൊ ഇപ്പോ അവർക്കൊരു കാര്യം ഒന്നും പറയാനായിട്ട് സാധിക്കില്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട്, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, അതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. ദൈവം സഹായിച്ച് സ്കാനിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നില്ല. കാരണം ടെൻഷൻ ആയിരുന്നു. കാരണം കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ, കുഞ്ഞിനെ കാണുന്നത് വരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ചുറ്റുമുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടോ, ഇത് തന്നെയാ പറഞ്ഞേ, നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അബോർട്ട് ചെയ്ത് കളയൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ല. കാരണം എന്റെ ഉദരത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എനിക്കൊരു വിശ്വാസമില്ല കുഞ്ഞിനൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തില് ആ 9 മാസവും കടന്നുപോയി. 9 മാസവും ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ, ധാരാളം വെള്ളം കുടിച്ചു. ആരോ എന്നോട് പറഞ്ഞു വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബേബി അത് പ്രൊട്ടക്ട് ചെയ്യും, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എനിക്കറിയില്ല ഒരു ദിവസം ഞാൻ എത്രത്തോളം വെള്ളം കുടിച്ചു എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അത്രയും ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ നല്ല ആഹാരങ്ങൾ മാത്രം കഴിച്ചു, കുറേയധികം ശ്രദ്ധിച്ചു. അങ്ങനെ പിന്നെ ഡെലിവറി ടൈം ആയി. ഡെലിവറി ടൈം ആയപ്പോഴും ടെൻഷൻ ആയിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാരണം ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ, ആളുകൾ പറഞ്ഞത് ശരിയായിട്ട് വരുമോ എന്നുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പൊ ആ ഡോക്ടർക്ക് അറിയാം, ഞാൻ ഈ ഡോക്ടറോട്
കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഈ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അശ്വതി പേടിക്കണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പേടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി എന്ന് പറയുന്നത് സിസേറിയൻ ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നില്ല. അങ്ങനെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അശ്വതി മോനാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു ബേബി, 3 കിലോ വെയിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ കണ്ണു തുറന്നിട്ടില്ല, കാരണം ഞാൻ സെഡേഷനിലാണ്, അനസ്തേഷ്യ തന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ അമ്മയോടും അതുപോലെ തന്നെ സിസ്റ്ററിനോടും ചോദിക്കുവാണ്, അമ്മേ മോന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അതുവരെ സഹായിച്ചു ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ മറ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു, ചെവി, കണ്ണ്, അങ്ങനെ ഓവറോൾ, അതായത് കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ കാണിച്ചു. അപ്പൊ യാതൊരു കുഴപ്പമില്ല ബേബിക്ക് അങ്ങനെ പറഞ്ഞു. അന്നാണ് സമാധാനമായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല ഞാൻ ആ സമയത്ത്. പക്ഷെ പ്രാർത്ഥിച്ചിരുന്നു നന്നായിട്ട്, ഒന്നും എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അപ്പൊ അതായിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ടൈഫോയിഡ് എന്ന് പറയുന്ന സംഭവം കേൾക്കുമ്പോ തന്നെ എനിക്ക് വരിക എന്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ്. ഓക്കെ, കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? കഥയല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള സംഭവമാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്റെ പ്രഗ്നൻസി ഉണ്ടായിരുന്നത്. അപ്പൊ ടൈഫോയിഡ്, അതായത് ആ ഒരു രോഗം എന്ന് പറയുന്നത്, അതായത് കുറച്ച് നമ്മൾ പേടിക്കേണ്ടതാണ്. കാരണം കുറച്ച് നാളെടുത്തിട്ടാണ് അതിന്റെ സിംറ്റംസും അതുപോലെ തന്നെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുന്നത്. കുറച്ച്, അതായത് പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും ഈ ഒരു, കാരണം ഈ ഒരു രോഗത്തിന്റെ എഫക്ട്, ആഫ്റ്റർ എഫക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ അപ്പൊ അതിനുശേഷം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിന് 6 മാസമായിട്ടുള്ള സമയത്ത് ഞാന് അതായത് ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലില്, ടൈഫോയിഡ് വന്ന സമയത്ത് അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഒരു സമയത്ത് ഞാൻ കണ്ടു. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് സയൻസിനെ തോൽപ്പിച്ച വ്യക്തി എന്നാണ് എന്നോട് പറഞ്ഞതാണ് ആ ഡോക്ടർ. അപ്പോ കാരണം എന്ന് പറഞ്ഞാൽ അവരത്രയും എന്താ പറയാ, അവര് ഉറപ്പില്ലാത്തൊരു കേസായിരുന്നു, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു നോ എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും, അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. അപ്പോ അതിനുശേഷം എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയാണ്, ദൈവം സഹായിച്ച് മോന് 12 വയസ്സായിരുന്നു, ഒരു കുഴപ്പമില്ല, യാതൊരു ഇതില്ലാതെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ എപ്പോഴും നമ്മള് പ്രാർത്ഥിക്കുക, എപ്പോഴും ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക, നന്ദി പറയുക, നമ്മിൽ തന്നെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക, അതൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് വൺ മീസിൽസ് ആണ്. മീസിൽസ്. Measles. It is a common disease among school children and is caused by a virus. In the beginning, there was a cold, cough, and a fever. After a few days, red spots appear. Immunization is very important against measles. ഇതിന് 5-ാം പനി കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹെൽത്ത് കെയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-ാം പനി എന്നാണ് ഇതിനെ പറയുന്നത്. കൂടുതലായും കുട്ടികളിലും യുവാക്കളിലും കാണപ്പെടുന്ന രോഗമാണിത്. രോഗലക്ഷണങ്ങൾ ബോഡിയിൽ വരുന്ന പാടുകള്, പിന്നെ ചുമ, തുമ്മല്, അങ്ങനെയുള്ള കുറെ ലക്ഷണങ്ങളാണ് ഇതിനെ കാണിക്കുന്നത്. ഇത്രേ ഉള്ളൂ മാം. അപ്പോ ഇത് കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ്. ഇത് പരത്തുന്നത്, ഇതിന്റെ രോഗകാരി എന്ന് പറയുന്നത് വൈറസ് ആണ്. ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ മീസിൽസ്, അഥവാ മീസിൽസിന്റെ മറ്റൊരു പേരെന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ? 5-ാം പനി. 5-ാം പനി എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ കോൾഡ് ഉണ്ടാകും, അതുപോലെ കഫ്, ഫീവർ, ഇതൊക്കെ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് റെഡ് സ്പോട്ട്സ് അപ്പിയർ, അതായത് 5-ാം ദിവസം, അതായത് പനി ഉണ്ടാകും, അതുപോലെ തന്നെ കോൾഡ്, കഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 5-ാം ദിവസം ശരീരത്തിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ റെഡ് സ്പോട്ട് കാണപ്പെടും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ 5-ാം പനി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ മീസിൽസിന് പ്രധാനമായിട്ട് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ
റൂബല്ല പിന്നെ ജർമ്മൻ മീസൽസ് അന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് കോളറയാണ് കേട്ടോ. കോളറ ഒരാളൊന്ന് വായിക്കൂ. കോളറ. ഞാൻ വായിക്കാം. This is another epidemic which is caused by microbes named as Vibrio cholera. It affects the small intestine. It spreads through food, vegetables, drinking water, etc. Severe vomiting and loose motion followed by thirst are the common symptoms. ഇതൊരു വൈറസിലൂടെയാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ചെറിയ ഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുക. ഇത് ഭക്ഷണത്തിലൂടെയും പച്ചക്കറിയിലൂടെയും വെള്ളത്തിലൂടെയും. പിന്നെ ഛർദി ഉണ്ടാകും, ലൂസ് മോഷൻ ഉണ്ടാവും, പിന്നെ ഭയങ്കര ദാഹം ഉണ്ടാവും. അതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. അതായത് ഇത് വിബ്രിയോ കോളറ അല്ലെങ്കിൽ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന സൂക്ഷ്മാണു പരത്തുന്ന ഒരു രോഗമാണ്. ഇത് ഭക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ പച്ചക്കറി, പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതിലൂടെയൊക്കെയാണ് ഈ രോഗം സാധാരണയായിട്ട് പകരുന്നത്. വോമിറ്റിങ്ങും ലൂസ് മോഷനുമാണ് പ്രധാനമായിട്ടും ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ, കോളറയുടെ സിംറ്റംസ്. അപ്പൊ കോളറ വന്നാൽ നമുക്ക് കൂടുതലായിട്ടും ലൂസ് മോഷൻ അതുപോലെ തന്നെയുള്ള ഡീഹൈഡ്രേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ 10 ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? 10 ഡിസീസസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. The above said diseases are common among young children, so it is the duty of the teacher to see that all the students in the school are healthy and free from diseases. If she finds any students distressed from any disease, I isolate them from other precautionary measure to prevent the spreading of the diseases. അതായത് ഡിസീസിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഏതെങ്കിലും കുഞ്ഞ് എന്താ പറയാ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഐസോലേറ്റ് ചെയ്യാനും മറ്റുള്ള കുട്ടികളിൽ നിന്ന് ആ കുട്ടികളെ അകറ്റി നിർത്താനും ടീച്ചർ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ടീച്ചർക്ക് കേവലം ഒരു അവയർനെസ് ഉണ്ടാകണം. അതായത് എന്താണ് ഡിസീസസ് അല്ലെങ്കിൽ എന്താണ് രോഗങ്ങൾ, എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് ടീച്ചർക്ക് അവയർനെസ് ഉണ്ടായാൽ മാത്രമാണ് ആ രോഗസമയത്ത് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റിന് വിധേയനാകാനും പാരന്റ്സിനെ അറിയിക്കാനും മറ്റു കുട്ടികൾക്ക് അത് വരാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ന രീതിക്ക് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? രോഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ ലക്ഷണങ്ങള്, ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഞാന് നിങ്ങളോട് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് കഴിഞ്ഞതെന്നൊന്ന് പറയണേ. പാർട്ട് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അത് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞിരുന്നു മാം. ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞു. യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ കഴിഞ്ഞായിരുന്നോ? ഇനി അതും കൂടി ഉള്ളു. അതും കൂടി അല്ലേ? ചൈൽഡ് വെൽഫെയറും കൂടി ഉള്ളു. പിന്നെ യൂണിറ്റ് പാർട്ട് 2 പാർട്ട് 2 7, 8, 9, 10 ഇത്രയും യൂണിറ്റ് ഉണ്ട്. 7, 8, 9, 10 അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അതിന്റെ പേരാണ്. താങ്ക് യു മാം. താങ്ക് യു മാം.